എൻ്റെ പേര് ഗോപാലൻ. ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. ഞാനത് 5ാമത്തെ പ്രാവശ്യമാണ്. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ എല്ലാ പ്രാവശ്യത്തിനേക്കാളും ഭയങ്കര അഭിഷേകം വന്നത്. കാരണം ഇവിടുന്ന് ഈ രൂപം കണ്ട് കാണുമ്പോൾ എനിക്ക് തടി വറക്കുകയാണ്. തടി പറഞ്ഞ ഒരാൾ എന്നെ വലിച്ചും കൊണ്ട് പോകണമായിരിക്കുക. 3 പ്രാവശ്യം മാതാവിൻ്റെ മടിയിലാണ് ഞാൻ കിടക്കുന്നത്. ഇപ്പോൾ വിട്ടുമാറാത്തൊരു നടുവേദന ഉണ്ടായിരുന്നു, അത് പച്ച മാറി. പിന്നെ ഈ ജിൻസുബറ ഇടയ്ക്ക് എന്നെ വിളിക്കുമ്പോൾ ഇപ്പം നാളെ ഈ 1-ാം തീയതി വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ മകളെ വീട്ടിലാണ്. അപ്പോൾ ജിൻസുബറ വിളിക്കുന്നപ്പോൾ എൻ്റെ മക ഒപ്പം വന്നു. കാരണം അപ്പോൾ വിറയൽ തുടങ്ങി, അത്രയും അഭിഷേകമാണ് എനിക്ക്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോൾ എല്ലാം നല്ല അഭിഷേകം കിട്ടിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരു മാഷുണ്ട്. മാഷ് പറയുകയാണ്, ഇങ്ങനത്തെ ഒരു അഭിഷേകം ഞാൻ കണ്ടിട്ടില്ല, എനിക്കും കൂടി കിട്ടണം എന്നറിയ മാഷുണ്ടുള്ളൂ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവം നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ഒന്ന് നന്ദി പറഞ്ഞേ, കരങ്ങളടിച്ചേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നല്ല മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാനിന്ന് സത്യത്തിൽ ഈ ധ്യാനം കൂടാൻ വന്നത് ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഞാൻ ധ്യാനം കൂടിയായിരുന്നു. അപ്പോഴെനിക്ക് ഒരു 17 വർഷമായ ഒരു ഗ്യാസിൻ്റെ ഒരു വിഷമമുണ്ടായി. 17 വർഷം മുമ്പ് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ വിഷമം ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേകമായ സൗണ്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഭയങ്കര അത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും കൂടെ ഇരിക്കുമ്പോഴും ഒക്കെ ഭയങ്കര ഇറിറ്റേഷനാണ്. മറ്റുള്ളവർക്ക് ആ സൗണ്ട് എനിക്ക് മാനേജ് ചെയ്യാനായിട്ട്, അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് ധ്യാനത്തിൽ ഞാൻ ഫ്രണ്ടിലിരിക്കുമ്പോൾ എൻ്റെ കൂടെ അടുത്തിരുന്ന ആളൊരു പട്ടാളക്കാരനാണ്. അപ്പോൾ അദ്ദേഹം വർഷങ്ങൾക്ക് കൂടി ആഗ്രഹിച്ച ധ്യാനത്തിന് വന്നതാണ്. അപ്പോൾ ഈ വിസ്തുവാൻ അർപ്പിക്കുന്ന സമയത്ത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ സമയത്ത് എനിക്ക് ഈ സൗണ്ട് വന്നു, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണപ്പ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് ഈ ധ്യാനത്തിൽ എനിക്കിത് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ചാൾസ് ബ്രദറിൻ്റെ അസുഖത്തിൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ തന്നെ നമ്മുടെ പ്രത്യേകമായ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു. അതിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം പ്രശാന്ത് അച്ഛൻ്റെ ദിവ്യാനുപ്രദർശനത്തിൽ എനിക്കാണ് സൈഡിൽ നിന്ന് വിളക്കൊടിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. അപ്പോൾ ഞാൻ നമ്മുടെ രക്തസ്രാവക്കാരി സ്ത്രീയുടെ ആ അനുഭവം ഓർത്തുകൊണ്ട് ആ പ്രാർത്ഥനയിൽ ഞാൻ ഇതിൽ കാപ്പയിൽ തൊട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് അനുഭവം അറിയാൻ പറ്റും. അനുഭവം 2 ദിവസം കഴിഞ്ഞ് അറിയാൻ പറ്റുള്ളൂ. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അനുഭവം അറിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പ്രാർത്ഥിച്ചത് മാത്രമല്ല, എനിക്ക് അരിയസിൻ്റെ വിഷമം കൂടെ ഉണ്ടായിരുന്നു. ആ വിഷമം കൂടെ മാറിക്കിട്ടിയത് എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാൻ 1 പ്രാർത്ഥിച്ചു, 2 കിട്ടി. ഒരു വലിയ ഭാഗ്യമാണ്. കാരണം 17 വർഷമായിട്ട് എന്നെ വിഷമിപ്പിച്ചിരുന്നൊരു പ്രയാസമായിരുന്നു. അപ്പോൾ ആ മാറിക്കിട്ടി, എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ ആ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ധ്യാനത്തിന് വന്നത്. ഞാൻ ഭാര്യയും കൂടി ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ക്ലാസ്സും മറ്റ് ക്ലാസ്സുകളും എല്ലാം വളരെ നല്ലതാണ്. ഒത്തിരി നന്ദി, ദൈവത്തിന് വലിയ നന്ദി. പൂ ചോദിച്ചു വന്ന കർത്താവ്, പൂന്തോട്ടം നിന്ന കർത്താവ് സഹോദരൻ അനുഗ്രഹിച്ചു. നന്ദി പറഞ്ഞ് കരങ്ങടിച്ചേ, ശക്തിയോടെ കരങ്ങടിച്ചേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ശോഭ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഇതിനു മുമ്പേ ഇവിടെ IMS ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ട് ഇങ്ങനെ ധ്യാനമൊന്നും കൂടിയിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് എൻ്റെ ധ്യാനമാണ്. അത് വന്നിട്ട് ഞങ്ങളുടെ ഒരു നാട്ടുകാരി മിനി, എൻ്റെ സഹോദരിയുടെ ഒരു കൂട്ടുകാരിയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ഒരു ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചാണ് ഞങ്ങൾ പിന്നെ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ ധ്യാനത്തിൻ്റെ വരുന്ന സമയത്ത് അതെനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ചേച്ചി ഇങ്ങനൊരു ധ്യാനമുണ്ട്. അപ്പോൾ എൻ്റെ മൂത്ത ചേച്ചിയുണ്ട്. അപ്പോൾ മൂത്ത ചേച്ചിയുടെ പോയി വീട്ടിൽ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മിനി എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു ധ്യാനമുണ്ട് അപ്പോൾ IMS. അപ്പം ഞാൻ പറഞ്ഞു, IMS ഞാൻ നേരത്തെ പോയിട്ടുണ്ട് എന്നപ്പോൾ ഞാൻ വന്ന സമയത്ത് ഇതൊരു ചെറ്റപ്പെരയായിരുന്നു ആ സമയം, മണ്ണും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി ഇപ്പം കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്, അവിടെ ധ്യാനമൊക്കെ തുടങ്ങി, ചേച്ചി വരണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മിനി അതിനിപ്പോൾ നമ്മൾ അവിടെ വരണമെന്നുണ്ടെങ്കിൽ ഒരുങ്ങണം. അപ്പോൾ അവൾ പറഞ്ഞു, ശരി ചേച്ചി എന്ന് പറഞ്ഞു. പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ പറഞ്ഞു, ചേച്ചി വാ ചേച്ചി, ഇത് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് വന്ന് നോക്കെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ ശരീരമൊക്കെ അങ്ങ് കയറി കുളിർന്ന് എന്തോ ഒരു നല്ല തണുപ്പ് ഫീൽ ചെയ്ത്. അപ്പോൾ ഞാൻ എപ്പോഴും മിനിയോട് പറയണം, മിനി നമ്മൾ തമ്മിൽ ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ ശരീരമൊക്കെ കയറി കുളിരെന്ന്. അപ്പം മിനി പറഞ്ഞു, ചേച്ചീനെ മാതാവ് അവിടെ ധ്യാനത്തിന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, ചേച്ചി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയും, എൻ്റെ ഭർത്താവിനോട് ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ കടൽപ്പടിക്കായിട്ട് ദൂരെയാണ് പോയിരിക്കുന്നത്. അപ്പം ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടാ പുള്ളിക്കാരൻ നല്ലൊരു വിശ്വാസിയാണ്, ഒന്നിന് ദൈവകാര്യങ്ങൾക്കൊന്നും തടസ്സം പറയാറില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ ശരി നീ പൊക്കോന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ വന്ന് അപ്പോൾ ഞാൻ മാതാവിന് ഇവിടെ പള്ളിയിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു. കാരണം ഒരു പ്രാവശ്യം കൂടെ അമ്മയുടെ പാദത്ത് വരാനുള്ള അനുഗ്രഹം എനിക്ക് തന്നല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ സ്തുതിച്ചിട്ടാണ് കയറിയത്. ഫസ്റ്റ് പിന്നെ അന്ന് തുടങ്ങിയതിൻ്റെ അന്ന് എനിക്കൊന്നും ഒരു ഫീലൊന്നും ചെയ്തില്ല. അപ്പം
ബ്രദർ പറഞ്ഞില്ലേ ചിലരൊക്കെ നോക്കി വീഴുന്നു. എനിക്ക് നല്ലൊരു സംശയം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബ്രദർ പറഞ്ഞതുപോലെ ഇനി പറയിപ്പിച്ചിട്ട് കൗൺസിലിംഗൊക്കെ പോകുമ്പോൾ പറയിപ്പിച്ചിട്ട് വീഴുന്നതാണോ എന്നൊക്കെ നല്ല സംശയം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ മിനിയെടുത്തും പറഞ്ഞു, മിനി എനിക്കൊക്കെ നല്ല സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്നിട്ട് ഞാനങ്ങ് പ്രാർത്ഥിച്ചു. ജസ്റ്റ് അങ്ങനെ എന്തൊക്കെയോ തോന്നി അങ്ങ് പ്രാർത്ഥിച്ചു. എന്നിട്ട് എനിക്കൊരു ഫീലും തോന്നിയില്ല. അപ്പം ഞാൻ മിനിയെടുത്ത് തുടങ്ങി. മിനി പറഞ്ഞ് ചേച്ചി കൗൺസിലിംഗ് കൂടണം, കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കൗൺസിലിംഗ് കൂടിയതിന് ശേഷം കുമ്പസാരിച്ചാൽ മതി, എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നിയത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചാൾസ് ബ്രദറിനെ കാണണം, ബ്രദറിൻ്റെ അടുത്ത് എനിക്ക് കൗൺസിലിംഗ് കൂടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബ്രദറിനെ കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ബ്രദർ പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യും, നല്ലൊരു കൗൺസിലിംഗ് നല്ലൊരു കുമ്പസാരം നടത്തുമെന്ന് പറഞ്ഞു. ചേച്ചിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിശ്വസിച്ച് നമ്മുടെ മറ്റേ ഷീറ്റ് തന്നില്ലേ, പ്രമാണത്തിൻ്റെ ഷീറ്റ് തന്ന് അത് കുറേയൊക്കെ കുറിച്ചെടുത്തു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി നല്ലൊരു കുമ്പസാരം നടത്തി. ഇവിടെ വന്ന് വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് ഇരുന്ന ശേഷമാണ് എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് എന്തൊക്കെയോ പോലെ ഒരു വല്ലാത്ത ഫീല്. ഇവിടെ നമ്മുടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തും മറ്റൊക്കെ എനിക്കൊരു വല്ലാത്ത ഫീല്, എൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ കുളിർത്ത് കാറ്റായിട്ട് വരുന്നു. പക്ഷെ ഞാനിങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് യേശുവിൻ്റെ മുൾക്കിരീടമാണ് എനിക്ക്, പക്ഷെ നല്ല വ്യക്തമല്ല, പക്ഷെ എനിക്ക് നല്ല ആ മുൾക്കിരീടം കാണിക്കുന്നുണ്ട്, ചില മങ്ങലൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ എനിക്ക് ചില സമയത്ത് സുഗന്ധത്തിൻ്റെ ആ ഒരു മണം ഫീൽ ചെയ്യുന്നു. അങ്ങനെ കുറേ അനുഭവങ്ങൾ ഇന്നലെ ഉണ്ടായി. തിരിച്ച് എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞ് പോണ സമയത്ത് മിനി പറഞ്ഞ് നമുക്ക് ജിൻസ് ബ്രദറിനെ കണ്ടിട്ട് ഒന്ന് തലവെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാൽ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. അപ്പം മിനി വിളിക്കുന്ന ബ്രദർ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. ഞാൻ പറയും ഓ സമാധാനമായി. തിരിച്ച് വീണ്ടും ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ബ്രദർ പറഞ്ഞ്, നമ്മുടെ ചാൾസ് ബ്രദർ പറഞ്ഞ് സമയമായി, ഈ സൗണ്ടൊന്നും പാടില്ല, ലൈറ്റൊക്കെ ഓഫ് ചെയ്യാനുള്ള സമയം, മണി 9:45 എങ്ങാണ്ടായെന്ന് തോന്നുന്നു. തിരിച്ച് വീണ്ടും ബ്രദർ കറങ്ങി എടുത്ത് വീണ്ടും വരികയാണ്. അപ്പം മിനി പറഞ്ഞു ചേച്ചി വാ, ഞങ്ങൾ പുറത്ത് പോയി ഞങ്ങളാണ്. ചേച്ചി പറഞ്ഞു വാ 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 വാ. ഞാൻ വന്ന് ഫസ്റ്റ് പെട്ടതും ബ്രദറിൻ്റെ അടുത്തായിരുന്നു. ബ്രദർ കൈവച്ചിങ്ങനെ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. ഒരൊറ്റ വീഴ്ച. ഞാൻ അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, കട്ടിലാന്തം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ച് ആളുടെ കാറ്റ് പോയി കാണുമെന്ന്. തിരിച്ച് പിന്നെ എന്താണ് എനിക്ക് പിന്നെ ഞാൻ അവിടെ കിടന്നപ്പോഴത്തേക്ക് എൻ്റെ ഉച്ച മുതലുള്ള കാൽ വരെ എനിക്ക് ഭയങ്കര ഒരു വിറയലും, ഞാൻ എന്തൊക്കെയോ സ്തുതിക്കുന്നു. തിരിച്ചെണീറ്റപ്പോൾ ഉടനെ ബ്രദർ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ചേച്ചി കയ്യിലും എല്ലാം പറ്റിയ? അപ്പം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ അഞ്ചിത്ര മോന് വന്നിട്ടുണ്ട്. അപ്പോൾ അഞ്ചിത്ര മോൻ പറഞ്ഞ് വലിയമ്മ വീണ സമയത്ത് എല്ലാവരും പേടിച്ചു പോയി, എന്തെങ്കിലും സംഭവിച്ചു. പക്ഷെ ആ സമയം എനിക്കൊന്ന്, കാരണം സാധാരണ നമ്മളൊരു ചെറുതായിട്ടൊന്ന് നെറ്റി നമുക്ക് ഇടിക്കും പോലും നമുക്ക് ഭയങ്കര വേദനയായിരിക്കും. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഞാൻ കൂളായിട്ട് അങ്ങ് എണീറ്റ് പോയി. തിരിച്ച് രണ്ടാം പ്രാവശ്യം ബ്രദറിൻ്റെ കണ്ണൊന്ന് നോക്കിയപ്പോഴേക്ക് എനിക്ക് അപ്പോഴേക്കും ബോധം പോയി. അങ്ങനെ ഞാൻ വന്നു വീണു. അപ്പോൾ എനിക്ക് ഒത്തിരി കൂടുതൽ വിശ്വാസമായിരുന്നു. എന്നിട്ട് ഇന്ന് രാവിലെ സ്തുതിപ്പിൻ്റെ സമയത്ത് അങ്ങനെ കയറി വന്നപ്പോഴത്തേക്കാണ് ഇവിടെ സ്തുതിപ്പ് നടന്നുകൊണ്ട് പ്രാർത്ഥന നടന്നത്. അപ്പോഴേക്ക് എനിക്കെന്തോ പരിശുദ്ധാത്മാവിയുടെ അരൂപി, പിന്നെ എനിക്ക് കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് നിത്യസഹായ മാതാവിൻ്റെ ആ ഒരു രൂപം കാണാനും, പിന്നെ എൻ്റെ നാട്ടിൽ സിന്ധ്യാത്ര മാതാവാണ്, കപ്പൽ പിടിച്ചിട്ടുള്ള അമ്മയാണ് ഞങ്ങളുടെ ഇടവകയിലെ ആ അമ്മ. അപ്പം ആ പേര് സിന്ധ്യാത്ര മാതാവാണ്. അപ്പം സിന്ധ്യാത്ര മാതാവ് ഇങ്ങനെ കപ്പൽ പിടിച്ചിട്ട് നിൽക്കുന്നതായിട്ടും, പിന്നെ തിരുക്കുടുംബത്തിൻ്റെ ആ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ വന്നു. പിന്നെ വന്നിട്ട് ഇന്നലെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക്, അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് നമ്മുടെ റോസാമിസ്റ്റിക് മാതാവിനെ ഒന്ന് കാണണമെന്നാണ്. പക്ഷെ എനിക്ക് തന്നത് ലീജൻ ഓഫ് മേരിയുടെ അമ്മ ഇങ്ങനെ കയ്യും നിവർത്തി പിടിച്ചിട്ട് ആ ഒരു ഇതാണ്. പക്ഷെ അതുകൊണ്ട് എനിക്കൊരു വലിയ സന്തോഷവും, എനിക്ക് ആ ഒരു നല്ലൊരു കൗൺസിലിംഗ് കൂടിയും നല്ലൊരു കുമ്പസാരം നടത്തിയപ്പോഴത്തേക്ക് എൻ്റെ ഞാൻ കൊണ്ടുവന്ന എൻ്റെ എല്ലാ ദുഃഖങ്ങളും മാതാവിൻ്റെ മുൻപിൽ ഇറക്കി വെച്ച് എനിക്ക് നല്ലൊരു ഫീലുണ്ട്. അതിന് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ച മിനിക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. മിനി ഇങ്ങനെ വിളിച്ചിട്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വന്ന് ഈ ഒരു സാക്ഷ്യം പറയേണ്ട ഇതെനിക്ക് ദൈവം തരൂലായിരുന്നു. ഇത് എത്ര അത്ഭുതം കാണിച്ച അമ്മയ്ക്ക് ഒരായിരം നന്ദിയും സ്തുതിയും. ദൈവം അനുഗ്രഹിക്കുന്ന കരങ്ങളടിച്ച് മഹത്വപ്പെടുത്തിയ വലിയ കൃപയാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.